വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ Facetune നാച്ചുറൽ വൈറ്റനിങ് ക്രീമും നമ്മുടെ യൂത്ത് ഫേസിൻ്റെ ബ്യൂട്ടി ക്രീമും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസും ആണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് Facetuneൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. Facetuneൻ്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടി വൈറ്റനിങ് ഫെയർനെസ് ക്രീമാണ്. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ആക്നീസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കും. പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉള്ള ആ ഒരു ഡാർക്ക് സർക്കിൾസ്, അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ നല്ലോണം റിമൂവ് ചെയ്യും. പിന്നെ ഡാർക്ക് ആയിട്ടുള്ള അണ്ടർ ആംസ് ഒക്കെ നന്നായിട്ട് വൈറ്റൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഓൾസോ വൈറ്റൻ ഡാർക്ക് ന്യൂക്കിൾസ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസി ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. Facetune നാച്ചുറൽ വൈറ്റനിങ് ക്രീമിൽ അവർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ റിസൾട്ട് നമുക്ക് വിസിബിൾ ആവുന്നത് 7 to 10 days ആയിരിക്കും. രണ്ട് ക്രീമിലും 7 to 10 days ആണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ നൈറ്റ് ക്രീമാണ് കേട്ടോ, രണ്ടും നൈറ്റ് ക്രീമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് ക്ലെൻസ് ചെയ്യുക ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്, അതിനുശേഷം ആഡിക്വേറ്റ് എമൗണ്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. യൂത്ത് ഫേസിലും അവർ ക്ലെയിം ചെയ്തിട്ടുള്ള ഫെയർനെസ് ക്രീം ആയിട്ട് തന്നെയാണ് നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റൻ ചെയ്യാനും സ്പോട്ടും ബ്ലെമിഷേഴ്സും സ്കാസും അങ്ങനത്തെ കാര്യങ്ങളും പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണെന്നാണ്. അപ്പോൾ രണ്ടിലും സിമിലർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ടും നൈറ്റ് ക്രീമാണ്, നമ്മൾ നൈറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നീഡഡ് ക്വാണ്ടിറ്റി, ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ദെൻ നല്ലോണം ബ്ലെൻഡ് ഓവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് മോർണിംഗിൽ വീണ്ടും ഫേസ് വാഷ് വെച്ചിട്ട് കഴുകി കളയണം. ദെൻ നമ്മൾ ടോണർ മോയ്സ്ചറൈസർ നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ അപ്പ് ചെയ്യാം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് ക്രീമും അപ്ലൈ ചെയ്യുമ്പം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആ ഒരു സണ്ണിൻ്റെ സൺലൈറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് എമിറ്റ് ആവുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല. മാക്സിമം ആ ഒരു സൺ ടാനും കാര്യങ്ങളൊന്നും ഏൽക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ക്രീമല്ല, എന്ത് ക്രീമും, അതായത് മോസ്റ്റ്ലി നമ്മൾ ഫെയർനെസ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാക്സിമം നമ്മൾ സൺലൈറ്റ് ഒന്നും കൊള്ളാതെ ഇരിക്കണം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ടാനും റെഡ്നെസ് ഒക്കെ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. യൂത്ത് ഫേസിലും അവർ ക്ലെയിം ചെയ്യുന്നത് 7 to 10 daysനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതായത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാരിലാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്കിൻ ലൈറ്റനിങ് വിസിബിൾ ആവുന്നത്. അത്യാവശ്യം ഫെയർ സ്കിന്നിൽ അത്രമാത്രം നമുക്ക് വിസിബിൾ ആവില്ല. പിന്നെ ചിലർ പറയുന്നുണ്ട് അവർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന്. നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ ചിലവരുടെ കേസിൽ നമുക്ക് എക്സാക്റ്റ് കുറച്ച് ദിവസം എടുക്കും, കുറച്ചൊരു ഡിലേ വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്ഷമയോട് കൂടി അപ്ലൈ ചെയ്യുക, നല്ലോണം കുറച്ച് ഡേയ്സ് തന്നെ. ഇനിയിപ്പം 7 ദിവസം കൊണ്ട് കിട്ടിയില്ല, 8 ദിവസം കൊണ്ട് കിട്ടിയില്ല എന്നുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊന്നും വേണ്ട. അതേപോലെ തന്നെ നല്ല പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റുട്ടീനും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം. യൂത്ത് ഫേസിൻ്റെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ Facetuneുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം കളറിൽ വ്യത്യാസമുണ്ട്. ഇത് നല്ലൊരു മിൽക്കി വൈറ്റ് കളറാണ്. ബാക്കി ടെക്സ്ചർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആ ഒരു യൂത്ത് ഫേസിൻ്റെ സെയിം ടെക്സ്ചറാണ്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും, രണ്ടും പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആകും കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒട്ടിപ്പിടുത്തം ഉണ്ടല്ലോ. നോർമലി മിക്ക ഫെയർനെസ് ക്രീമിന് ആ ഒരു ഒട്ടിപ്പിടുത്തം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ടെക്സ്ചർ വൈസിൽ എക്സ്പീരിയൻസ് ആവുന്നതാണ്. രണ്ട് ക്രീമിൻ്റെയും സിമിലാരിറ്റി ആയിട്ടുള്ള കാര്യം അടുത്തത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ യൂത്ത് ഫേസിൻ്റെയും Facetuneൻ്റെയും ഫ്രാഗ്രൻസ് എക്സാക്ട്ലി സെയിം ആണ് കേട്ടോ. ഒട്ടും തന്നെ ഡിഫറൻസ് ഇല്ല, നല്ല ലവബിൾ ആണ്. ഈ രണ്ട് ക്രീമും യൂസ് ചെയ്തപ്പം എനിക്ക് പിന്നെ ഹോണസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ Facetuneലും അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ യൂത്ത് ഫേസിലും ക്ലെയിം ചെയ്യുന്നുണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലാന്ന്, 0 സൈഡ് എഫക്റ്റ് ആണെന്ന്. രണ്ട് ക്രീമിൻ്റെയും പ്രൈസ് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ആണ് കേട്ടോ. 599 രൂപയാണ് Facetune നാച്ചുറൽ വൈറ്റനിങ് ക്രീമിനും അതേപോലെ തന്നെ യൂത്ത് ഫേസിനും നൽകുന്നത്. പിന്നെ നെക്സ്റ്റ് ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ Facetune അവർ നൽകുന്നത് 2 വർഷത്തെ ഷെൽഫ് ലൈഫാണ്. യൂത്ത് ഫേസിനെയും അതേപോലെ തന്നെ Facetune നാച്ചുറൽ വൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധേന ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു. ആൻഡ് ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. 2 ക്രീമും നമുക്ക് റിസൾട്ട് നൽകുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഫെയർനെസ് ക്രീംസോ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.